ഇപ്പോൾ എഴുത്തുകാരനായ ശ്രീ എം എൻ കാരശ്ശേരി നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ എം എൻ കാരശ്ശേരി മാഷ്, മലയാളികൾക്ക്, ലോകമെങ്ങുമുള്ള ആസ്വാദകർക്ക് MT എന്ന രണ്ടക്ഷരം അഭിമാനമായിരുന്നു, വാനോളം അഭിമാനമായിരുന്നു. ആ MT ആണ് യാത്ര പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തോട് അത്രത്തോളം ആത്മബന്ധമുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് താങ്കൾ. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? MTയുടെ മരണം ഓരോ മലയാളിയും വ്യക്തിപരമായ നഷ്ടമായിട്ട് എടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കൂട്ടത്തില് ഒരു പൊടിക്ക് അധികം, ഒരിത്തിരി അധികം എനിക്ക് ആ നഷ്ടം അനുഭവപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടായിട്ട് അദ്ദേഹത്തിന്റെ വാത്സല്യം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. ആ തരത്തിൽ വളരെ വൈകാരികമായി എന്നെ ബാധിക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും ഈ മരണം. ഈ 91 വയസ്സിലും അദ്ദേഹം കർമ്മനിരതനായിരുന്നു. അദ്ദേഹം ഒരിക്കലും വിശ്രമിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാഹിത്യരംഗത്തും സിനിമാ രംഗത്തും പത്രപ്രവർത്തന രംഗത്തും സാംസ്കാരിക പ്രവർത്തന മേഖലയിലൊക്കെ തൻ്റെതായ ഒരു കാലം നിർമ്മിക്കാൻ സാധിച്ചത്. അത് വളരെ സവിശേഷമായ, എല്ലാ അർത്ഥത്തിലും എപ്പോഴും തന്നതായ ഒരു മുദ്രയുള്ള, എന്തെഴുതിയാലും അത് ചെറുകഥയാവട്ടെ, തിരക്കഥയാവട്ടെ, നോവലാവട്ടെ, ലേഖനമാവട്ടെ, നാടകമാവട്ടെ, സിനിമാ പാട്ടുകളാവട്ടെ, ബാലസാഹിത്യമാവട്ടെ, എപ്പോഴും അദ്ദേഹം എന്ത് തൊട്ടാലും അതില് തൻ്റെതായ ഒരു മുദ്രയുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി നമ്മുടെ സാഹിത്യത്തിലെ ഒരു കാലഘട്ടം, നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഒരു കാലഘട്ടം അവസാനിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ എം എൻ കാരശ്ശേരി, അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിലാണ് എഴുതിയത്. അദ്ദേഹം ജീവിതത്തിൽ നിന്നാണ് കഥയും കഥാപാത്രങ്ങളും ഏറ്റവും അധികം എടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ ഓർമ്മയ്ക്ക് എന്നുള്ള കഥയടക്കം, സിലോണിലുള്ള അച്ഛൻ്റെ കൂടെ വരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയൊക്കെ മലയാളികൾ അത്രത്തോളം ഹൃദ്യതയോടെയാണ് വായിച്ചെടുത്തത്. അതുമാത്രമല്ല, അദ്ദേഹത്തെ എഴുതിയ ഓരോ കഥകളായി കഴിഞ്ഞാലും, നോവലുകളായി കഴിഞ്ഞാലും, അത് നാലുകെട്ടായി കഴിഞ്ഞാലും, മഞ്ഞായ ഓരോ കഥയും കഥാപാത്രങ്ങളും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു താങ്കളുടെ ആ ഒരു അധ്യാപന കാലത്തൊക്കെയും കുട്ടികൾക്ക് അത്രത്തോളം ഹൃദ്യതയോടെ അത് പകർന്നു നൽകിയ ഒരു വ്യക്തിത്വം കൂടിയാണ് താങ്കൾ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകതകളെ എങ്ങനെയാണ് താങ്കൾ വായിച്ചെടുക്കുന്നത്? MTയുടെ ചില രചനകൾ ഞാൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അനവധി കാലം അദ്ദേഹത്തിന്റെ രചനകൾ ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതില് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ജീവിതത്തിന്റെ സൂക്ഷ്മാംശങ്ങൾ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിനുള്ള പ്രാപ്തിയാണ്. അതിലൊരിക്കലും ഒരു തരത്തിലുമുള്ള ദുർഗ്രഹതയില്ല. അദ്ദേഹത്തിന് ഏറ്റവും ലളിതമായി, വളരെ സാധാരണമായി എഴുതുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു കുളൂസ് എന്നൊരു ഒറ്റ വാക്കിന്റെ ഉദാഹരണം പറയാം. അപ്പൊ കുളൂസ് എന്ന് ഒരു, നിന്റെ ഓർമ്മയ്ക്ക് എന്നുള്ള കഥയുള്ള കുളൂസ് എന്നൊരു വാക്ക്, അങ്ങനെ അനവധി വാക്കുകൾ. അവിടുത്തെ ആ നാട്ടിൻപുറത്തെ അദ്ദേഹം പറയുമല്ലോ, അദ്ദേഹം കൂടല്ലൂരിന്റെ കഥാകാരനാണ്. അഗാധ സമുദ്രങ്ങൾ, എനിക്കറിയാത്ത അഗാധ സമുദ്രങ്ങളെക്കാൾ ഞാൻ പരിചയിച്ച നിളാനദിയാണ് എനിക്കിഷ്ടം എന്ന് അദ്ദേഹം പറയും. കാരണം ആ നിളാനദി അദ്ദേഹത്തിന് അറിയാം. അതിന്റെ നീളം സമുദ്രത്തെ അപേക്ഷിച്ച് കുറവായിരിക്കാം, വീതി കുറവായിരിക്കാം, ആഴം കുറവായിരിക്കാം, പക്ഷെ തനിക്കത് മതി. അതിൽ തൃപ്തനാവുന്ന ഒരാളാണ് അദ്ദേഹം. എപ്പോഴും തന്നിലേക്കും പിന്നിലേക്കും നോക്കിയാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതഗന്ധിയാണ് എന്ന് നമ്മൾ പണ്ടേ ഒരു ക്ലീഷേ പറയുമല്ലോ, അത് കൃത്യമാണ് MTയിൽ. അദ്ദേഹത്തിന്റെ വീട്ടിലെ കഥകൾ, അദ്ദേഹത്തിന്റെ നാട്ടിലെ കഥകൾ, അങ്ങനെ അദ്ദേഹം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും ജീവിച്ചു തീർത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ സാഹിത്യമായിട്ട് രൂപാന്തരപ്പെട്ടത്. അപ്പോ അതിന്റെ ആ ഒരു ഹൃദയസ്പർശിത, അത് മനസ്സിനെ തൊടാനുള്ള കഴിവ്, അത് അത്ര സാധാരണമല്ല.